ബദനി നവജീവൻ പ്രൊവിൻസിനു വേണ്ടി കോട്ടയം ഗിരിദീപത്തിൽ വെച്ചു നടത്തിയ പട്ടംകോട് ശുശ്രൂഷയിൽ അഭിവന്ദ്യ തോമസ് മാർ കൂറിലോസ് പിതാവിന്റെ പ്രസംഗം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ ജനറാലച്ച, പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, വാത്സല്യമുള്ള വൈദിക സഹോദരങ്ങളെ, ഇന്ന് വൈദിക പട്ടാഭിഷേകം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ശമാശന്മാർ, കുടുംബാംഗങ്ങൾ, സ്നേഹം നിറഞ്ഞ മദറുമാരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള കുടുംബാംഗങ്ങളെ, പ്രിയ മക്കളെ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ദിവസം ഒത്തിരിയേറെ അനുഗ്രഹപ്രദമായി കർത്താവ് നൽകുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അനുഗ്രഹീതമായ സന്തോഷത്തിൽ നമ്മളായിരിക്കുന്നു. പ്രത്യേകിച്ചും മാർപ്പാപ്പ തിരുമേനി പെരഗ്രീനി സ്പേയി പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ള തലത്തിൽ നമ്മെ എല്ലാവരെയും ഈ ജൂബിലി വർഷത്തിലേക്ക് ക്ഷണിച്ച് റോമിലെ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ വാതായനങ്ങൾ കൃപയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ദൈവം തരുന്ന ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ വന്ന് നിങ്ങളോടൊപ്പമായിരുന്ന് വിശുദ്ധ കുദാശയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത് ദൈവാനുഗ്രഹങ്ങൾ അന്യോന്യം കൈമാറുവാൻ സാധിക്കുന്നത് വലിയൊരു കൃപയായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും അഭിനന്ദനായ പക്കോമിയോസ് പിതാവ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നു. പിതാവിനോട് ചേർന്ന് ഞങ്ങളെല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പുണ്യപിതാവ് ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുഗ്രഹീത സ്മരണയിലല്ലാതെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. ഈ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ബദനിയുടെ ഗുരുവച്ചനായ തെയോഫിലോസ് പിതാവ്, അങ്ങനെ തുടങ്ങുന്ന നമ്മളുടെ പിതാമഹന്മാരുടെ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ട ഈ പരിശുദ്ധ സഭയും ബദനി സന്യാസ സമൂഹവും ആകമാനം സന്തോഷിച്ച് ഈ പുണ്യപിതാക്കന്മാരുടെ പാദാന്തികത്തിൽ അണിചേർന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ നയിക്കുവാനും അതുപോലെ തന്നെ ലോകത്തിനാവശ്യമാകുന്ന നേതൃത്വം നൽകുവാനും നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മൾ ഇത് സ്വന്തമായി സ്വീകരിക്കുന്നതല്ല, മറിച്ച് ദൈവം നമ്മൾ ഭരമേൽപ്പിക്കുന്നതായ ഒരു വലിയ ഉത്തരവാദിത്തമാണ്, നിയോഗമാണ്. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ആരും ഇത് സ്വയം ഏൽക്കുകയല്ല, മറിച്ച് ഇത് ഏൽപ്പിക്കപ്പെടുകയാകുന്നു എന്നുള്ള കാര്യം. എന്താണ് ഒരു വൈദികൻ? ആരാണ് ഒരു വൈദികൻ? ആരാണ് ഒരു സന്യാസ വൈദികൻ? നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ ആഴത്തിൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തൻ്റെ പീഡാനുഭവത്തിന് മുമ്പായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്നിട്ട് കർത്താവ് ചെയ്തത്, ഒരു കല്ലേറ് ദൂരം അവിടുന്ന് മാറി താൻ പ്രാർത്ഥിക്കുകയും തൻ്റെ വിയർപ്പ് രക്തമായി ഈ മണ്ണിലേക്ക് കലർത്തപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പൂർണ്ണത്തിലച്ഛൻ്റെ അനുഗ്രഹീതമായ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സുവിശേഷ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൻ്റെ വളരെ ധ്യാനാത്മകമായ വായനയും അതുപോലെ തന്നെ വിചിന്തനങ്ങളും കേൾക്കുവാനായിട്ട് എനിക്കിടയായി. അപ്പോൾ അതിൽ ഹാബേൽ എന്ന ആ പരിശുദ്ധൻ്റെ രക്തം മണ്ണിൽ വീണപ്പോൾ ആ മണ്ണിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ആബേലിൻ്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു എന്ന് വിശുദ്ധ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു. എന്നാൽ ഇതുപോലെ രണ്ടാമത്തെ ആബേലായ നമ്മുടെ കർത്താവിൻ്റെ തിരുനിണം
അത് മണ്ണിലേക്ക് വീണപ്പോൾ പ്രതികാരമില്ലാതായി എന്നുള്ളതാണ്. അതെ, ആ സമയത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒരു കല്ലേറ് ദൂരം ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഞാൻ പൗരോഹിത്യത്തെയും സന്യാസത്തെയും കാണുമ്പോൾ എനിക്ക് ഈ ഒരു നിയോഗം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വൈദിക ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ചുരുക്കമായിട്ടെങ്കിലും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്കറിയാം, ഈ ഒരു സമൂഹം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് അത് സന്യാസത്തിൻ്റെ ഒരു അനുഭവം ആ മണ്ണിലുള്ളത് കൊണ്ടാണ്, ആ സംസ്കൃതിയിലുള്ളത് കൊണ്ടാണ്. എവിടെ സന്യാസം ഇല്ലാതാകുന്നു അവിടെ വളരെ ലൗകികമായ തലത്തിൽ ഭൗതികതയിൽ ജീവിക്കുവാൻ മാത്രമേ പിന്നെ കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ സന്യാസം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ദൈവം കൊടുത്തിരിക്കുന്ന ഈ പ്രകൃതി ഉൾപ്പെടെ, നമുക്കറിയാം പ്രകൃതിയിൽ നമ്മുടെ പക്ഷി മൃഗാദികൾ അല്ലെങ്കിൽ പക്ഷികൾ പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അവർ മൗനമാണ്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ മൗനമാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും നമുക്കറിയാം. അപ്പം ഇത് മനുഷ്യരായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സത്യത്തിൽ സന്യാസം. ആ സന്യാസത്തെ ഒരു വ്രതമായി സ്വീകരിച്ചുകൊണ്ട് സമർപ്പണത്തിനുള്ള ഒരു ഭാഗമായിട്ട് തീർക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ശമാശന്മാരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമുക്കറിയാം, ഒരു സന്യാസി ആരാണ്? ഒരു സന്യാസി എന്ന് പറയുന്നത് എല്ലാത്തിനോടും നിർമ്മമത പുലർത്തുന്ന വ്യക്തിയാണ്. ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു കൂടുതൽ ആഭിമുഖ്യമില്ല, എല്ലാത്തിനോടും ഒരു വിരക്തി. പക്ഷെ ആ വിരക്തി എന്ന് പറയുന്നത് നമുക്കറിയാം അലസതയല്ല. ഈ വിരക്തിയും അലസതയും വളരെ അടുത്തു പോകുന്ന കാര്യങ്ങളാണ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവമായ എൻ്റെ ഒരു അരൂപിയും മനോഭാവവുമാണ്. അത് സന്തോഷമാവട്ടെ, അത് രോഗമാവട്ടെ, അത് ദുഃഖമാവട്ടെ, സംതൃപ്തിയാകട്ടെ, സമ്പന്നതയാകട്ടെ, സമ്പത്താവട്ടെ, വിജയമാകട്ടെ, പരാജയമാകട്ടെ, ഇവയിലെല്ലാം ഒരു മനുഷ്യൻ പ്രകടിപ്പിക്കേണ്ടതായ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടതായ ആ വലിയ അരൂപിയുടെ പേരാണ് സത്യത്തിൽ ഈ പറയുന്ന നിർമ്മമത. അത് നമുക്ക് എത്രമാത്രം ഉണ്ടാവുന്നോ അത്ര കണ്ടാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ആ സുഹൃതം. ആയതുകൊണ്ട് തന്നെ നമ്മളെക്കുറിച്ച് ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വരും, ചിലപ്പോൾ മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു എന്ന് വരും. അവയിലെല്ലാം നമുക്ക് ഒരു കൃത്യത, നല്ലത് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പറയുന്ന വ്യക്തിയുടെ നന്മ കൂടിയായിട്ടാണല്ലോ. ഇനി മോശപ്പെട്ടത് എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് ചിന്തിക്കാമല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്താം, ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് നമുക്കതിനെ തള്ളാൻ കഴിയും. എല്ലാത്തിനോടും നമുക്ക് ഒരു നിർമ്മമത കാണുവാനായിട്ട് സാധിക്കുക. നമ്മൾ ഇന്ന് വിശുദ്ധ വചനത്തിൽ നമ്മുടെ അഭിനന്ദ പിതാവ് വായിച്ച അവസാനത്തെ വാക്യം എന്താണ്? ഞാൻ ചിലപ്പോഴൊക്കെ ആ വാക്യം വിട്ടുകളയാറുണ്ട്. പക്ഷെ അവസാനത്തെ വാക്യം എന്താണ്? ഇന്ന് എനിക്ക് തോന്നുന്നു അതിന് വലിയൊരു പ്രസക്തിയുണ്ട്. ഈ ശുശ്രൂഷാ വേളയിൽ ഞാൻ ക്രിസ്തുവാണെന്ന് നിങ്ങൾ ആരോടും പറയരുത്. ഞാൻ ആരാണെന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങളിത് പറഞ്ഞു. നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. അവിടെയാണ് നമ്മൾ സന്യാസത്തിൻ്റെ മറ്റൊരു നിർമ്മമത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പറഞ്ഞ് നമ്മൾ ആദരവ് സ്വീകരിക്കേണ്ട അല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും അവൻ ക്രിസ്തുവാണെന്ന്. അവൻ പിടഞ്ഞ് കുരിശിൽ മരിക്കുമ്പോൾ അവനെ തൂക്കാനായിട്ട് കൊണ്ടുപോയ ശതാധിപൻ, 100 പടയാളികളുടെ നേതാവായിരിക്കുന്ന ശതാധിപൻ, കർത്താവ് ഇതുപോലെ ഒരു ദുർബലനെ പോലെ മരിക്കുന്നത് കണ്ടപ്പോൾ
നിസ്സഹായനെ പോലെ മരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ്? മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സന്ദേശം, ഇവൻ സത്യമായും ക്രിസ്തുവാണ്. അതെ, അതാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സന്യാസ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയും ഈ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരു സമൂഹ ജീവിതത്തിൽ ആയിരുന്നു കൊണ്ട് അതിൻ്റേതായ നന്മകളും അതിൻ്റേതായ ഭാരങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തിന് ഊർജമാകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കർത്താവ് സന്യസ്തരായ വൈദികരോട് പറയുന്ന ഒരു ഭാഗം ഇതാണ്: ഒരു കല്ലേറ് ദൂരം കൂടി വേണം. എല്ലാവരെയും പോലെ അല്ല, ഒരു കല്ലേറ് ദൂരം കൂടി ഈ വൈദിക ജീവിതത്തിൽ നടക്കുവാനായിട്ട് കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്ന ഈ സന്യാസ അരൂപിയിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ട് എൻ്റെ ശിരസ്സിനെ ഞാൻ നമിക്കുന്നു, എൻ്റെ തലകളെ ഞാൻ വണങ്ങുന്നു, എൻ്റെ കഴുത്ത് ഞാൻ കർത്താവിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട മക്കളെ, വൈദിക ജീവിതം എന്താണ്? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ ശിരസിൻ്റെ സ്ഥാനത്ത് അലങ്കരിക്കുവാൻ, അനുകരിക്കുവാൻ, നേതൃത്വം നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് വൈദികരെ. കാപ്പിത്തിസ് ക്രിസ്തി എന്നാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിരസിൻ്റെ സ്ഥാനം അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നമ്മളെല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ കർത്താവിൻ്റെ ശിരസ് അലങ്കരിക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്നത് തൻ്റെ വൈദികരെയാണ്. ആൾത്തർ ക്രിസ്തുസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും മാമോദിസായിലൂടെ അങ്ങനെ ആയിത്തീരുന്നുണ്ടെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ ശിരസ്സാകുവാനായിട്ടുള്ള, അതാണ് അതിൻ്റെ കൃത്യമായ ഭാവം. കൃത്യമായ ഭാവം അതാണ്. ഒരു ശിരസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം, എല്ലാ നിയന്ത്രണങ്ങളും എല്ലാം സത്യത്തിൽ ക്രോഡീകരിക്കുന്നത്, എല്ലാം സഹിക്കുന്നത് സത്യത്തിൽ ശിരസ്സാണ്. നമ്മുടെ ഈ ശരീരത്തിൽ ഇവിടെ ഒരു വേദനയുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ അല്ലല്ലോ വേദന. ഇവിടാണോ വേദന? അല്ല, ശിരസിലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അതാണ്. ഈ സമൂഹത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നന്മകൾ, അവൻ്റെ കൂദാശാപരമായ സാന്നിധ്യമാകുവാൻ, അവനെ തന്നെ തൻ്റെ ജനത്തിന് നൽകി അവരെ വിശുദ്ധീകരിക്കുവാൻ കർത്താവ് നൽകുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു വൈദികൻ. ഓരോ വൈദികരും സത്യത്തിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ജനതയുടെ നിലവിളിയാണ് ഓരോ വൈദികൻ എന്ന്. അത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശിരസിൻ്റെ സ്ഥാനം അലങ്കരിക്കുവാൻ അതിന് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ. ശരിക്കും പറഞ്ഞാൽ വൈദിക ജീവിതം എന്ന് പറയുന്നത് അതാണ്. എല്ലാവർക്കും വേണമെങ്കിൽ വേറെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മാറി മാറി നിൽക്കാം. വൈദികർക്ക് സാധിക്കത്തില്ല. സന്യസ്തരായ വൈദികർക്ക് ഒട്ടും തന്നെ സാധിക്കത്തില്ല. കാരണം എന്താണ്? ഞാനൊരു കല്ലേറ് ദൂരം കൂടി ഇതാ കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശിരസ്സുകളെ ഞാൻ നമിച്ചവനാണ്. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും അഭിപ്രായ രീതികളിലും ഒക്കെ മുന്നോട്ട് പോകാം. പക്ഷെ വൈദികർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തില്ല. വൈദികരെന്ന് പറയുന്നത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ഭാഷ അറിയാത്തത് കൊണ്ടല്ല, അതല്ലെങ്കിൽ നമ്മളുടെ ഒരു മറുപടിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു റെസ്പോൺസോ നമുക്കില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ മർമ്മമറിയാവുന്നവൻ അടിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതുകൊണ്ട് ഈ വൈദികരെന്നുള്ള തലത്തിൽ ദൈവം നമ്മളെ വിളിക്കുന്നത് ഈ വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ്. അതിനൊത്തിരി നന്മയുണ്ട്. നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിതൻ എന്ന പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും. മോശയോട് കർത്താവ് സംസാരിച്ചതുപോലെ
സ്നേഹിതനെന്ന പോലെ നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ സാധിക്കും. അത് കർത്താവിന് ഇഷ്ടമാണ്. എൻ്റെ സ്നേഹിതനാണ്. ഞാനിനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ കൂടെ കിടക്കുന്നവർ, എൻ്റെ കൂടെ പിറപ്പുകൾ, എൻ്റെ കൂടെ സഹവസിക്കുന്നതായ എൻ്റെ സഹോദരൻ. ശരിക്കും പറഞ്ഞാൽ നമുക്കിത്രയും വലിയൊരു സ്ഥാനമാണ് നമ്മുടെ കർത്താവ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ബലഹീനരായിരിക്കുക, നമ്മൾ ഈ അപ്പം എടുത്തിട്ട് ഇതെൻ്റെ ശരീരമാണെന്ന് പറയുന്നു. ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, ആണോ? ഇതെൻ്റെ ശരീരമാണെന്നാണ് പറയുന്നത്, ഇതെൻ്റെ രക്തമാണെന്നാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു സഭയിലൂടെ എനിക്ക് നൽകപ്പെട്ട പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഞാൻ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നു എന്നാണ്. ക്രിസ്തു മോചിക്കുന്നു എന്നല്ല പറയുന്നത്. ഇതുപോലെ താതാത്മ്യപ്പെടുന്ന ഒരവസ്ഥ, സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരനുഭവം. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് തന്നെ ഓരോ വൈദികരും ഇങ്ങനെ കർത്താവിൻ്റെ ആ വലിയ നന്മയിൽ പങ്കുചേരുക. അവിടുത്തെ കരുണയാണ്. അവർക്ക് കുറവുകളൊക്കെ കണ്ടേക്കാം, പക്ഷേ കുറവിൻ്റെ അടിസ്ഥാനത്തിലല്ല കർത്താവ് തൻ്റെ കൃപ നൽകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, എക്സ് ഓപ്പരെ ഓപ്പരാത്തോ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ലത്തീൻ ഭാഷയിൽ. അതായത് കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം പറഞ്ഞു, അത് ആ പറഞ്ഞത് കൊണ്ട് തന്നെ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി, ഇതെൻ്റെ ശരീരമാണ് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അങ്ങനെയായി. ഏറ്റവും നല്ലൊരു ഉദാഹരണം മോശയുടെ അടുക്കൽ ആളുകൾ വന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ഞങ്ങൾ വിശന്ന് വലയുകയാണ്, ദാഹിച്ച് പൊരിയുകയാണ്. എന്താണ്? അപ്പോൾ മോശ അങ്ങ് കയർത്തു. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോശ നീ കയർക്കൊന്നും വേണ്ട, ആ വടിയെടുത്ത് ഈ പാറയിലൊന്ന് അടിക്കുക. മോശ എന്താ ചെയ്ത്? ദേഷ്യപ്പെട്ട് ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം അടിച്ചു. 2 പ്രാവശ്യമൊന്നും അടിക്കാൻ കർത്താവ് പറഞ്ഞില്ല, അടിക്കാനേ പറഞ്ഞുള്ളൂ. പക്ഷേ മോശ ഈ സംശയത്തോടും ദേഷ്യത്തോടും കൂടിയാണ് അടിച്ചതെങ്കിലും കർത്താവിൻ്റെ കൽപ്പന, കർത്താവിൻ്റെ വാഗ്ദാനം അവിടുന്ന് നിറവേറ്റി. വെള്ളം പോയി, വെള്ളം പുറത്തേക്ക് വന്നു, ആളുകൾ കുടിച്ചു. എക്സോപ്പരെ ഓപ്പരാത്തോ. ഒരു വൈദികൻ്റെ പരിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മക്കൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ. എന്നാൽ എക്സോപ്പരെ ഒപ്പരാന്തോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് മോശയോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് സ്നേഹിതനെ പോലെ സംസാരിച്ചതൊക്കെയാണ്, പക്ഷേ എൻ്റെ ജനത്തിന് ഞാൻ നൽകാൻ പോകുന്ന വാഗ്ദാനത്തിൻ്റെ നാട് നീ കാണുകയുള്ളൂ, നീ അവിടെ പ്രവേശിക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നീ സംശയത്തോടു കൂടി ഞാൻ പറഞ്ഞ കൽപ്പന നീ സംശയത്തോട് അടിച്ച കാര്യമാണ്. നോക്കിയേ, ഒരു വടിയെടുത്ത് പാറമേലടിച്ച ആ സമയത്തുണ്ടായ ഒരു കുഴപ്പം കൊണ്ട്, സംശയത്തിന് കുഴപ്പം കൊണ്ട്. ആർക്കാ കുഴപ്പം പറ്റിയത്? ജനത്തിനല്ല, എനിക്കാണ്, എൻ്റെ വൈദികർക്കാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധിയോടുകൂടി നമ്മൾ കർത്താവിനെ പരികർമ്മം ചെയ്യുമ്പോൾ കർത്താവിന് വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പൂർണ്ണത്തിലച്ഛൻ്റെ വാക്കുകൾ അതുതന്നെയാണ്. ഈ ലോകം മുഴുവനും തിന്മ കൊണ്ട് നിറയുകയാണ്. അശുദ്ധി, കണ്ണുകളുടെ അശുദ്ധി, നാവിൻ്റെ അശുദ്ധി, ശരീരത്തിൻ്റെ അശുദ്ധി കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും വിശുദ്ധി പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധിയോടെ എൻ്റെ കർത്താവിനെ സമീപിക്കുവാൻ എനിക്ക് സാധിക്കുക. ആ മലയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? നമ്മളുടെ താൽക്കാലികമായ മദ്ബഹായാണിത് എങ്കിലും നമുക്കറിയാം, നമ്മൾ അൾത്താരയിലേക്ക് പ്രവേശിക്കുമ്പോൾ മദ്ബഹായുടെ വാതിലുകൾ ചുംബിച്ച്, അല്ലേ, നമ്മൾ അങ്ങനെയാണ് പ്രവേശിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ മഹാഗിരിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ മുത്തി നിൻ്റെ സിംഹാസനമായിരിക്കുന്ന ഈ മദ്ബഹായിൽ, നിൻ്റെ ഖബറായിരിക്കുന്ന ഈ ത്രോണോസിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുവാനായി. അവിടെ പറയുന്ന വാക്കാണ്, എൻ്റെ യൗവനത്തെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. ഇത്ര മനോഹരം.
എൻ്റെ യൗവനത്തെ സന്തോഷിപ്പിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ പുണ്യമുള്ള ഒരു ജീവിതം, വൈദിക ജീവിതം പോലെ മറ്റെന്താണ്? പക്ഷേ നമ്മുടെ ജോൺസൺ അച്ഛൻ, അദ്ദേഹം പണ്ട് വൈദികനായിരുന്നു, ഇപ്പോൾ അദ്ദേഹം നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞു, മൈ ഡിയർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എ ഗ്രേറ്റ് ഗ്രേസ് ഈസ് യുവർ പ്രീസ്റ്റ്ഹുഡ്. വാട്ട് എ ഗ്രേറ്റ് ഗ്രേസ് ഈസ് യുവർ പ്രീസ്റ്റ്ഹുഡ്. പുറത്ത് നിൽക്കുന്നവർക്ക് അറിയത്തുള്ളൂ, പുറത്ത് നിൽക്കുന്നവർക്ക് അറിയുന്നേ, അകത്ത് നിൽക്കുന്നവർക്ക് അറിയത്തില്ല, അല്ലേ? ആനയ്ക്ക് അറിയത്തില്ല അതിൻ്റെ ആ കഴിവെന്താണെന്ന്, അതിൻ്റെ ശേഷി എന്താണ്. നമുക്കതുകൊണ്ട് നമ്മൾ എത്രയും ഈ പറയുന്നത് പോലെ ഗൗരവബുദ്ധി, ഈ നിർമ്മമതയെന്ന് ഞാൻ പറയുന്ന ആ ഒരു കാര്യത്തിലാണ്, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നല്ല ഭാരമുള്ളവരാവും. ഒന്നിനും നമ്മളെ തൂത്തെറിയാൻ സാധിക്കത്തില്ല. സ്നേഹമുള്ള എൻ്റെ മക്കളെ, ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട ജനറൽ അച്ഛനെയും പ്രൊവിൻഷ്യൽ അച്ഛനെയും പ്രത്യേകിച്ചും അയ്യനേത്തച്ഛനെയും നമ്മുടെ ഈ പ്രൊവിൻസിലുള്ള മുഴുവൻ നമ്മുടെ വൈദിക സഹോദരങ്ങളെയും സന്യസ്തരെയും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. സഭയുടെ ആകമാനമുള്ള സന്തോഷമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ, ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിൻസൺ ഷമാസ് ഞങ്ങളുടെ കൂടെ കത്തീഡ്രലുണ്ടായിരുന്നു. ഭയങ്കര കളിക്കാരനാണ്. എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ സാധാരണ രീതിയിൽ സാധിക്കത്തില്ല, പക്ഷേ പുള്ളി എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്. മിടുക്കനാണ്. ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ എത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പുനക്കുളത്തച്ഛനൊക്കെ ഇവിടെയുണ്ട്, കൊച്ചച്ഛനും ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെ അവസാന സമയത്താണെങ്കിലും അത് രൂപീകരിക്കുവാനായിട്ട് എൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷകൾ പഠിപ്പിക്കുവാനും വളർത്തുവാനും ഒക്കെ സാധിച്ച വലിയ സന്തോഷം എനിക്കുണ്ട്. അച്ഛൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ജിബിൻ ഷമാസ് പൂനെയിൽ നിന്ന് നമുക്ക് വന്ന പ്രിയപ്പെട്ട മകനാണ്. പ്രിയപ്പെട്ട ഷമാസിന് ഞാൻ എല്ലാ അനുഗ്രഹാശിസുകളും നേരുന്നു. പൂനെ എന്ന നമ്മളുടെ ആ മിഷൻ അത് ഇന്നതൊരു ഭദ്രാസനമായിട്ട് രൂപീകരിക്കപ്പെടുവാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വയറ് മുറുക്കി കൊടുത്ത് കണ്ണീരോടുകൂടി പ്രിയപ്പെട്ട ഷമാസിൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള മുൻ തലമുറ അവർ ശുശ്രൂഷിച്ചതുകൊണ്ടാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു കസേരയുണ്ട്. ഈ കസേര എങ്ങനെയുണ്ടായി? ലിൻസനാണ് മൂലപ്പൂന അല്ലേ? ജിബിനാണ് ഞങ്ങളുടെ അല്ല, വർഗീസ് എനിക്കറിയാം, പക്ഷേ കത്തീഡ്രലായിരുന്നവരാ ജിബിനായിരുന്നു. ജിബിനെ പേര് മാറിപ്പോയി. സാരമില്ല, ഷമാസിനെടുത്തോ ക്രെഡിറ്റ് എല്ലാം, കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. വിവരമൊന്നും മനസ്സിലായല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട ലിൻസൺ മോൻ ഓർക്കേണ്ടത് കഷ്ടപ്പാടുകൊണ്ടുണ്ടായ രൂപതയാണ്. നമ്മുടെ എല്ലാ രൂപതകളും നമുക്കറിയാം. നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിലെ നമ്മുടെ ഗുരുവച്ചനായിരുന്ന തേഫിലോസ് പിതാവ് എവിടെ താമസിച്ചത്? സർവ്വ പ്രൗഢിയിലുമായിരുന്ന ഒരു തിരുമേനിയാണെന്ന് ഓർത്തോണം. പിതാവിൻ്റെ പാട്ട് ഗീതങ്ങൾ പരിമല കൊച്ചു തിരുമേനി എന്ന് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവാണ്. ഒരു രാത്രിയിൽ അരിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെയെല്ലാം കിടത്തിയിട്ട് അന്ന് നെല്ല് അത് പുഴുങ്ങി കുത്തി പിറ്റേ ദിവസം രാവിലെ കഞ്ഞി വെച്ച് കൊടുത്ത ഒരു തിരുമേനിയാണ് തേഫിലോസ് പിതാവ്. ആ തിരുമേനി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് രോഗിയാകുന്നത്? പ്രിയപ്പെട്ട മക്കളെ, വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ നടുവിലും കർത്താവ് നമ്മളെ വളർത്തി എന്നുള്ളതാണ്. അത് ഞാൻ തിരിച്ചറിയണം, എൻ്റെ കൂടെയുള്ളവർ തിരിച്ചറിയണം. പ്രിയപ്പെട്ട വർഗീസ് ഷമാശൻ വണ്ടംമേട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷമാശൻ, അദ്ദേഹം ഇടക്കാലത്ത് തിരുവല്ലയിലുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. വണ്ടംമേട്ടിൽ നിന്ന് എൻ്റെ ശുശ്രൂഷ
ഞാൻ ശുശ്രൂഷ ചെയ്ത സമയത്ത് അല്ല കുഞ്ഞ് വന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ആ ഇടവകയിൽ. ദൈവം മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ ഒരുപാട് നന്മ സഭ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഞാൻ നമ്മുടെ ബദനി സന്യാസ സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോവിൻസിന്, പ്രിയപ്പെട്ട അയ്യനേത്തച്ഛനും വൈദിക സഹോദരങ്ങൾക്കും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ നന്മയാണ് ഞങ്ങളിന്ന് അനുഭവിക്കുന്നത്. നിങ്ങളെപ്പോൾ പ്രാർത്ഥന നിർത്തുന്നോ അന്ന് ഞങ്ങളുടെ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊരു വലിയ നിയോഗത്തിൽ ഇന്ന് നിങ്ങളെ മുമ്പിൽ ഈ കസേരയിട്ടിരുത്തിയിരിക്കുന്ന എന്തിനാണ്? നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ കർത്താവേ, ഈ എൻ്റെ മകൻ, എൻ്റെ ഉദരത്തിൽ ഉരുവായ എൻ്റെ കുഞ്ഞ്, എൻ്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ഈ മകൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നിൻ്റെ വചനം പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിൻ്റെ വചനം കൊടുക്കണമേ. അദ്ദേഹം കരങ്ങൾ നീട്ടുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടട്ടെ. അദ്ദേഹം ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ട മക്കൾ അനുഭവിക്കട്ടെ എന്ന്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമാവും. എല്ലാവരെയും ദൈവം കാക്കട്ടെ. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധനായ ബാബാ തിരുമേനിയുടെയും നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെയും സ്നേഹ ആശീർവാദങ്ങൾ മക്കൾക്ക് നേരുന്നു. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമ്മെല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ. നമ്മുടെ സന്യാസ സമൂഹത്തിന് ധാരാളം ദൈവവിളികളുണ്ടായി കർത്താവിനെ പിൻചെല്ലുവാനുള്ളവരുടെ എണ്ണം സമൃദ്ധമായി ഉണ്ടാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.